സാധാരണ നമ്മൾ അസുഖങ്ങൾ ഉണ്ടായിട്ട് ഡോക്ടർമാരെ കാണിക്കാറുണ്ട്. അപ്പോൾ അത് ചില രോഗങ്ങൾ പെട്ടെന്ന് ലക്ഷണങ്ങൾ നേരത്തെ പ്രകടിപ്പിക്കുന്ന രോഗങ്ങളായിരിക്കാം. ചില രോഗങ്ങൾ ലക്ഷണങ്ങളില്ലാതെ വരാം. അപ്പോൾ ലക്ഷണങ്ങൾ ഉള്ള രോഗമാണെങ്കിൽ ഒരു രോഗത്തിന് അതിൻ്റെ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ നമ്മൾ ഡോക്ടറെ വിസിറ്റ് ചെയ്യുകയും അതിൻ്റെ ചികിത്സ നമ്മൾ എടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു അവയവത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ജീവനോ ഭീഷണി, ആ ഒരു രോഗം കാരണം ഉണ്ടാകുന്ന ഭീഷണി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതിൻ്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ ലക്ഷണങ്ങൾ തീരെ പ്രകടിപ്പിക്കില്ല. നമുക്കൊരു അസുഖം ശരീരത്തിൽ ഉണ്ടാവാം, പക്ഷെ ആ അസുഖത്തിൻ്റെ ലക്ഷണം ശരീരം പ്രകടിപ്പിക്കാതിരിക്കുകയും ആ ഒരു രോഗം കാരണം നമ്മുടെ ഏതെങ്കിലും ഒരു അവയവത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ജീവനോ തന്നെ ഭീഷണി ആവുന്ന ഒരു അവസ്ഥയിൽ എത്തിപ്പെടുകയും അത് ചികിത്സിക്കാതെ ആ രോഗം കാരണം പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നേത്ര സംബന്ധമായ രോഗത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതാണ് ഗ്ലൂക്കോമ എന്ന് പറയുന്ന ഒരു അസുഖം. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് ഡോക്ടർ റിയാസ് മുഹമ്മദ്, നേത്ര ഐ ഹോസ്പിറ്റൽ, താമരശ്ശേരി, കാലിക്കറ്റ്. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, എന്താണ് ഈ ഗ്ലൂക്കോമ എന്ന്. അപ്പോൾ ഗ്ലൂക്കോമ എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ നരമ്പുകൾക്ക് വരുന്ന ഒരു രോഗമാണ്. കണ്ണിൻ്റെ ഓപ്റ്റിക് നെർവ് എന്ന് പറയും. അതായത് പ്രധാനപ്പെട്ട നാഡി, തലച്ചോറുമായിട്ട് ബന്ധപ്പെടുന്ന നാഡിയിലുണ്ടാവുന്ന ആ അസുഖമാണ് ഈ ഗ്ലൂക്കോമ. നാഡി, അതിൻ്റെ ആ ഓപ്റ്റിക് നെർവ് എന്ന് പറഞ്ഞ ആ ഒരു നാഡി, അതിന് തേയ്മാനം സംഭവിക്കുകയും ആ തേയ്മാനം കാരണം ക്രമേണയായിട്ട് കാഴ്ച നഷ്ടപ്പെടുകയും ഒരു അന്ധത, അതായത് ബ്ലൈൻഡ്നെസ് വരെ എത്താൻ സാധ്യതയുള്ള ഒരു അവസ്ഥയാണ് ഗ്ലൂക്കോമ. അപ്പോൾ ഈ ഗ്ലൂക്കോമ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, അതാണ്. മാത്രമല്ല ഗ്ലൂക്കോമ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം. ഈ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഗ്ലൂക്കോമയ്ക്ക് പ്രത്യേകം ഒരു ലക്ഷണമൊന്നും തുടക്കത്തിൽ ഉണ്ടാവില്ല. പക്ഷേ അത് നമ്മുടെ നാഡി ഓപ്റ്റിക് നെർവ് 80% കൂടുതൽ തേയ്മാനം സംഭവിച്ചതിന് ശേഷം മാത്രമേ ഒരാൾക്ക് എന്തെങ്കിലും ചെറിയ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് അവരുടെ കണ്ണട കൂടെ ഉണ്ട മാറ്റം, കണ്ണടയുടെ നമ്പർ കൂടെ മാറ്റം വരാം. അതുപോലെ സൈഡുള്ള കാഴ്ച കുറഞ്ഞു വരാം. അതുപോലെ മൊത്തത്തിൽ കാഴ്ച ഒരു ഡൾനെസ് അനുഭവപ്പെടാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. പക്ഷേ ഇത് ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവസാന ഘട്ടത്തിൽ 80% കൂടുതൽ തേയ്മാനം സംഭവിച്ചാൽ മാത്രമേ ഇങ്ങനൊരു ലക്ഷണങ്ങൾ പ്രകടമാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നേരത്തെ കണ്ടുപിടിക്കുന്നതിൻ്റെ പ്രാധാന്യം അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. അപ്പോൾ ഈ ഗ്ലൂക്കോമ വന്നു കഴിഞ്ഞാൽ, ഗ്ലൂക്കോമ ആർക്കൊക്കെ ഉണ്ടാവാം, അതാണ് അടുത്ത ചോദ്യം. ഗ്ലൂക്കോമ 40 വയസ്സിന് ശേഷം എല്ലാവർക്കും ഗ്ലൂക്കോമ വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അവരുടെ പാരമ്പര്യമായിട്ട് അവരുടെ ഫാമിലിയിൽ ഗ്ലൂക്കോമ ഉള്ളവർക്ക് സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് ഗ്ലൂക്കോമ വരാൻ സാധ്യത കൂടുതലാണ്. അതിലുപരിയായിട്ട് വളരെ റെയറായിട്ട് ചുരുക്കം കുട്ടികളിലും വരുന്ന പ്രായക്കാരിലും ഈ ഗ്ലൂക്കോമ ഉണ്ടാവാം. പക്ഷേ അത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. കൂടുതലും 40 വയസ്സിന് ശേഷമാണ് ഗ്ലൂക്കോമ കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 40 വയസ്സിന് ശേഷമുള്ളവർ നിർബന്ധമായിട്ടും അവരുടെ കണ്ണ് പരിശോധിക്കുകയും പരിശോധിച്ചിട്ട് ഗ്ലൂക്കോമ ഇല്ല എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യണം. അപ്പോൾ ഈ ഗ്ലൂക്കോമൻ്റെ ടെസ്റ്റുകൾ ഉണ്ട്. ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഗ്ലൂക്കോമ പ്രധാനമായിട്ടും കണ്ണിൻ്റെ മർദ്ദം, ഇൻട്രാ ഓക്കുലാർ പ്രഷർ, കണ്ണിൻ്റെ മർദ്ദം കൂടുകയും, സാധാരണ 10നും 20നും ഇടയിലാണ് കണ്ണിൻ്റെ പ്രഷർ, കണ്ണിൻ്റെ മർദ്ദം. അത് 20ൻ്റെ മേലെ വന്നു കഴിഞ്ഞാൽ അത് ഓക്കുലാർ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അത് കണ്ണിൻ്റെ പ്രഷർ കൂടുന്നൊരവസ്ഥയിലായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, പ്രധാനപ്പെട്ട കാര്യം, കണ്ണിൻ്റെ ഫീൽഡ് ഡിഫക്റ്റാണ്. ഫീൽഡ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ രീതിയിൽ ഒരു കണ്ണ് പരിശോധന കാഴ്ചയാണ് പരിശോധിക്കുക. കാഴ്ച നമ്മുടെ നേരിട്ടുള്ള കാഴ്ചയാണ്. പക്ഷേ ഗ്ലൂക്കോമയിൽ സൈഡുള്ള കാഴ്ച, അതായത് ചുറ്റുമുള്ള കാഴ്ചയാണ് അതിൽ നഷ്ടപ്പെടുന്നത്. ചുറ്റുമുള്ള കാഴ്ച ക്രമേണയായിരിക്കും നഷ്ടപ്പെടുക. അവസാന ഘട്ടത്തിൽ അത് നേരെ ഉള്ള ഒരു ട്യൂബുലാർ വിഷൻ, ഒരു ട്യൂബിൽ കൂടി നോക്കുന്നതിൻ്റെ ആ രീതിയിലേക്കാണ് അത് എത്തിപ്പെടുക. അപ്പോൾ ഇത് ഫീൽഡ് ടെസ്റ്റ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ് ഈ ഗ്ലൂക്കോമ കണ്ടുപിടിക്കാൻ. അതിന് ഹംഫ്രി ഫീൽഡ് അനലൈസറിന് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. HFA എന്ന് പറയും. ആ ഒരു ടെസ്റ്റ് ചെയ്ത് നമ്മൾ ഫീൽഡ് എത്ര നഷ്ടപ്പെടുന്നുണ്ടോ നമുക്കറിയാൻ പറ്റും. അങ്ങനെ ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഗ്ലൂക്കോമയിലുള്ളത്. ഒന്ന്, കണ്ണിൻ്റെ ഫീൽഡ് പരിശോധിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം,
കണ്ണിൻ്റെ പ്രഷർ, മൂന്നാമത്തെ കാര്യം കണ്ണിൻ്റെ നരമ്പിൻ്റെ പരിശോധന. ഈ 3 കാര്യത്തിൽ പ്രധാനമായിട്ടും കണ്ണിൻ്റെ നരമ്പിൻ്റെ തേയ്മാനവും കണ്ണിൻ്റെ ഫീൽഡ് ഡിഫക്റ്റും ചുറ്റുമുള്ള കാഴ്ച കുറവുണ്ടെങ്കിൽ അത് ഏകദേശം 90% ഗ്ലോക്കോമയാണെന്ന് ഉറപ്പ് വരുത്തും. ഈ ഗ്ലോക്കോമയ്ക്ക് എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ആദ്യ ഘട്ടത്തിൽ ഗ്ലോക്കോമ നമുക്ക് മരുന്ന് കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കും. ഇതിനുള്ള മരുന്നുകളൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. കണ്ണിൻ്റെ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ടും കണ്ണിൻ്റെ നരമ്പിലേക്കുള്ള പെർഫ്യൂഷൻ, രക്തോട്ടം കൂടാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ഇന്ന് അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് കാരണം ഭാവിയിൽ വരുന്ന അന്ധത നമുക്ക് 100% പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരാൾക്ക് ഗ്ലൂക്കോമ വന്ന് ഒരു 70% നരമ്പ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള 30% നരമ്പ് നമുക്ക് തീർച്ചയായിട്ടും ഈ ചികിത്സയിൽ കൂടെ നമുക്ക് നിലനിർത്താനും അതുകൊണ്ട് അന്ധത ഒഴിവാക്കാനും സാധിക്കും. ഈ മരുന്നുകൾ കൊണ്ടും നിയന്ത്രണ വിധേയമാവാത്ത ഗ്ലോക്കോമയാണ് നമ്മൾ വേറെ 2 രീതിയിലുള്ള ചികിത്സകൾ. ഒന്ന് സർജറി, ഓപ്പറേഷനിലൂടെയും മറ്റേത് ഒരു വാൾവ്, ഗ്ലൂക്കോമ വാൾവ് എന്ന് പറഞ്ഞൊരു വാൾവ് ഘടിപ്പിക്കുന്നതിലൂടെയും വളരെ ഈ മരുന്നുകൾ കഴിച്ചിട്ടും മരുന്നൊഴിച്ചിട്ടും മാറാത്ത, അതായത് നിയന്ത്രണ വിധേയമാകാത്ത ഗ്ലൂക്കോമയാണ് നമ്മൾ ഇത് ചെയ്യുക. ഓപ്പറേഷൻ അല്ലെങ്കിൽ ഗ്ലൂക്കോമ വാൾവ് നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നത്. അത് വളരെ റെയറായിട്ട് ആവശ്യം വരുന്നുള്ളൂ. ഒരു 90%, 95%-ഓളം ഗ്ലൂക്കോമ രോഗികളെ നമുക്ക് മരുന്ന് കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്.